പപ്പു സാമ്പാറും ചോറും കഴിക്കാണ് കേട്ടാ. അവന് ഉച്ചയ്ക്ക് കൊടുത്തിട്ട് എപ്പോഴാണ് കഴിക്കുന്നത്. നമ്മുടെ പപ്പുവിൻ്റെ കൂടെ അതാ അവിടെ കിടക്കണില്ലേ, അതിന് മുകളിൽ ആ പച്ചനെറ്റൊക്കെ ഇട്ടിട്ടും അവന് ഭയങ്കര ചൂടാട്ടോ. പൈപ്പിലാണോ വെച്ചാൽ 2 ദിവസമായിട്ട് വെള്ളമില്ല. മേമല്ലേ അവിടെ റൂമിൽ കിടക്കണ്ടാവും, ബാത്റൂമിലുണ്ടാവും. സുകന്യേ എവിടെയാണ്? റൂമിലുണ്ടല്ലോ. ഇവിടെ കിടക്കണ്ട? ആ മേമ ഇവിടെ കിടക്കണ്ട. ഇത്രേ ഞാൻ വിചാരിച്ച് അവിടെയാണ്. ഉച്ചയുമ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരും കിടക്കിട്ടോ. അമ്മ കിടന്നോട്ടെ, അവിടെ കിടന്നോട്ടെ. പിന്നെ കിടന്നോട്ടെ. എന്താ വെയിലിൻ്റെ ചൂട് വെച്ചിട്ടാ. നമ്മുടെ പപ്പൂനെ 2-3 ദിവസമായിട്ട് വെള്ളം വരുന്നില്ല, നല്ല ചൂടല്ലേ. അപ്പം നമ്മളെന്ത് കെട്ടിയെന്ന് അറിയാം, പപ്പൂനെ ഇവിടെ കെട്ടിയിട്ടോ. പപ്പൂനുള്ള സൗകര്യം നോക്കിയേക്കാ, നമ്മൾ ഫാന് വെച്ചു അവന് കിടക്കാൻ വേണ്ടിയിട്ട്. ഇനി വേണോ? എൻ്റെ അപ്പോൾ തുടച്ച് പഠിക്കുന്നു. പൊരി കുറച്ചെടുത്തിട്ട് പോയോ. അപ്പോൾ എന്താ ഞാൻ പറയണേ, ഗ്രില്ലിട്ടിട്ടില്ല പറഞ്ഞു വെച്ചാൽ അവനെ നമുക്ക് ഇവിടെ ഗ്രില്ലിട്ടിട്ടുണ്ടെങ്കിൽ അവനെ നമുക്ക് ഇവിടെ ഇങ്ങനെ എന്താ വെറുതെ വിടായിരുന്നു കേട്ടോ. ഇതെന്താണെന്നറിയോ, ഇവനെ കെട്ടിയിടാതെ വിടാൻ പറ്റില്ല. ഇവൻ എല്ലാവരും മേത്ത് കയറും. അവൻ്റെ സ്നേഹമാണ്. തൊടാൻ പറ്റാത്ത ആൾക്കാരുടെ ഒക്കെ മേത്ത് കയറി എന്താ ചെയ്യുക. എന്നാ പൊരിയുന്ന ഒരു പ്രാന്തനാണ്. കണ്ടോ വെള്ളം തട്ടുന്നത്. കയറും ചങ്ങലൊക്കെ പാടിട്ട് കെട്ടിയെടുക്കണം. പൊരി എന്തോരം ഇഷ്ടമാണെന്നറിയോ. നമ്മുടെ പൂരത്തിന് പോയി കഴിഞ്ഞാൽ പൊരി കൊണ്ടുവന്നാൽ ഭയങ്കര ഇഷ്ടം. ഈ വെള്ളല്ലേ ഇങ്ങനെ തട്ടിയാണ് കളയൂട്ടവൻ. പൊരി, ചക്ക, പഴം, ചക്കക്കുരു, മുരിങ്ങ, ഇങ്ങനെയുള്ള കൂട്ടാൻ, ചേമ്പ്, മോരിക്കൂട്ടാൻ, സാമ്പാർ, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. മീൻകറി സാമ്പാർ കൂട്ടിട്ട് ഫുള്ള് കഴിച്ചിട്ടില്ലേ? ഫുള്ള് കഴിച്ചിട്ടില്ലേ? മീനാണ് പറഞ്ഞാൽ പാട വെച്ചിട്ടുണ്ടാവും. മീനാണ് പറഞ്ഞ സാമ്പാർ ഭയങ്കര ഇഷ്ടം. അതേപോലെ തക്കാളിക്കറി വെക്കില്ലേ നമ്മള്, ആ തക്കാളിക്കറി ഭയങ്കര ഇഷ്ടാട്ടോ. മതി അവന്റെ വക. ഇനി ഓരോരുത്തരും ഇടയ്ക്കിടയ്ക്ക് ബാക്കിയെ കൊണ്ട് വരരുത് കേട്ടോ. ഇനി ബാക്കി പൊന്നെടുത്ത് തന്നാ കേട്ടോ. ചാത്തപ്പം നോക്കിയേക്ക് വന്നകടപ്പയ്ക്കും കണ്ട ചാത്തോ നിന്നെയും കെട്ടിയിടട്ടെ, നിന്റെ കാലിലും കെട്ടിയിടട്ടെ. എടീ ചാത്തപ്പനും 2 മണി പൊരിയിട്ട് കൊടുക്ക്. കിച്ചു ട്യൂഷനുമല്ലേ പിന്നെന്തേ. കണ്ടോ എൻ്റെ മൂക്കിൽ എന്നെ പൊള്ളിയിട്ട് എന്താ പാട് വന്നേക്കണത്. മതിയോ? എന്നാൽ ചാത്തപ്പന് കൊടുക്കട്ടെ. അവന് സമാധാനമായി കേട്ടോ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നോക്കിക്കോട്ടെ വെള്ളം എന്താ കാട്ടണമെന്ന്. കുടിക്കാന് ചാത്തപ്പനെ ഒരു പേടിയില്ല. പപ്പു ചാടില്ല കേട്ടോ, കോഴികളുടെ അടുത്തേക്ക് ചാടില്ല. പക്ഷെ മനുഷ്യരെ കണ്ടല്ലേ അപ്പ ചാടും. എന്താ കിച്ചു ഇന്ന് നമ്മുടെ അതാണ്ടോ കണ്ടോ വെള്ളം കൂട്ടിൽ വെച്ചാൽ തന്നെ ഒപ്പവൻ തൊട്ടിക്കൊളി. എന്നാലേ അവന് സമാധാനം വരുള്ളൂ. ഇനി നോക്കിയോ, തട്ടാനാണ്. ഞാനും നോക്കി വെച്ചില്ല. തട്ടാനാണ്. കണ്ടോ നിന്റെ തേങ്ങയിലൊരു വെള്ളം എന്താ വെള്ളം മേത്ത കൂടെ ഒരു പാത്രം വെള്ളം ഒഴിക്കല്ലേ. അപ്പോൾ നമുക്ക് ചായ വെച്ചാലോ, സുഖിച്ച് ഉറങ്ങല്ലേ. ഒരു രാത്രി ചിലപ്പോൾ ഈ പൊന്നു ഉറങ്ങായിട്ടില്ല. ഇന്നലെ മിഞ്ഞാതൊക്കെ ഭയങ്കര പനി വെയ്യായൊക്കെ ആയിരുന്നു കേട്ടോ. ഇതൊന്ന് ഉച്ചയ്ക്കാണ് ഈ ഫാന് ഫിറ്റ്. അത് സ്പൂണല്ലേ അത്. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി പറഞ്ഞിട്ടാണ് അവരിക്കണത്. നമ്മൾ ചങ്ങല ഇട്ടിട്ടുണ്ട്, കയറും ഇട്ടിട്ടുണ്ട് കേട്ടോ. അവനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യൊന്നുമല്ല. കാരണം എന്താണെന്നറിയോ, അവൻ അഴിഞ്ഞു പോയി കഴിഞ്ഞു വെച്ചാൽ കിട്ടില്ല. നമ്മൾ എത്രയൊക്കെ നമ്മളിതായാലും അവർക്ക് അവരുടേതായ ഒരു സ്വഭാവ ഗുണങ്ങളുണ്ട് ലേട്ടാ.
അത് മാറ്റി വെച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ഒതുക്കൊന്നും ഉണ്ടാവില്ല. 16 ആളായിരിക്കും. 16 ആളാണ് കേട്ടോ. ആരൊക്കെ മേത്തേറാൻ പറ്റും അതൊക്കെ ചിലപ്പോ കേറും. പിന്നെ തല്ലുവടിയും കൊണ്ട് ആൾക്കാർ വടി ചൂലും കൊണ്ട് വരുന്നു. സമാധാനത്തിൽ കിടന്നോട്ടെ, അതും കൊണ്ട് ചെയ്യണേ. പിന്നെ ഇന്ന് നമ്മുടെ അച്ചുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ. പിറന്നാളാന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ടുള്ള ആഘോഷമൊന്നും എവിടെ ഏട്ടാ അച്ചു ചോദിക്കുക എവിടെ ബിരിയാണി. ബിരിയാണി വൈകിട്ടല്ലേ? ബിരിയാണി ഉണ്ടാക്കാനുള്ള കേൾപ്പൊന്നും എനിക്കില്ല അവരല്ലേ. എന്താണെന്നറിയില്ല കേട്ടോ. ഇപ്പോൾ ഈ PCODയുടെ മരുന്ന് കഴിക്കുമ്പോഴേ എനിക്ക് ഈ എന്താ പറയാൻ പാടുമെന്നറിയില്ല. PCODയുടെ മരുന്ന് കഴിക്കുമ്പോൾ ഇപ്പം മെൻസസിന് ഉണ്ടായിരുന്നില്ല. അപ്പം അതിനുള്ള മരുന്ന് കഴിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് എന്താണെന്നറിയോ 10 ദിവസം ആകുമ്പോഴേക്കും എന്താ നമുക്ക് മെൻസസ് ആവും. അപ്പോൾ ഭയങ്കര വെയ്യായിന്ന് കേട്ടോ. വെയ്യായും ക്ഷീണവും ഒക്കെ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അറിയോ അപ്പം ഒന്ന് ബിരിയാണി വേണ്ടല്ലോ. കടയിൽ നിന്ന് വാങ്ങാന്ന് ഏട്ടാ. അത് വേണ്ട എന്തായാലും. കടയിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കണ്ട. ഇപ്പോഴേ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ഈ കുഴിമന്തി വേണമെന്ന് പറഞ്ഞിട്ടില്ലേ ചില സമയത്തൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് എപ്പോഴും കഴിച്ചാൽ നമുക്ക് വാങ്ങിയാൽ മുതലാവില്ല. അപ്പോൾ ഞാനൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയാച്ചാൽ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഞാൻ എന്താ വിചാരിച്ചേക്കണെന്ന് അറിയോ, ചിക്കൻ കറിയും സാദാ ചോറും. ചിക്കൻ കറി എന്താ കുക്കറിൽ വെക്കിയാച്ചാൽ കുഴപ്പമില്ലല്ലോ. ഏട്ടാ പറയണോക്ക് അതിന് മാത്രമുള്ള കുറച്ച് മസാല ഇട്ട് ബിരിയാണി ഇല്ലേ. അതാ എന്ത് ഇവിടെ ഇങ്ങനെ പൊരിയൊക്കെ കളഞ്ഞേക്കുന്നത്. ഞാൻ പറയാറില്ലേ ഒരു സാധനം ഇങ്ങനെ കളയരുത് മക്കളേന്ന്. അത് പൊന്നുന്റെ പൊന്നി. സുകന്യേ ചായ വെക്കണ്ടേ? ചായ വേണ്ടേ? ചായ വേണ്ടേ? നീക്കേ തോന്നുന്നടി കണ്ണു മഴിയില്ല ഈ വെയിലിൻ്റെ ഇതും കൊണ്ട്. ചായ ഇട്ട് നമുക്ക് സുകന്യനെ വിളിക്കാം കേട്ടോ. ചായ ഇട്ടെ കേട്ടാ. പൊരി കണ്ടോ ഇതിനെ കളഞ്ഞിട്ട്. ഞാനതാണ് ഈ പൊരിയേ ഇവിടെ പൊരിയേ വാങ്ങരുത് പറയണ വെറുതെ അല്ല. പൊരി വാങ്ങിക്കഴിഞ്ഞാൽ ഫുൾ പൊരി കളയലാണ് പണി. അപ്പം ഒന്ന് എന്തെങ്കിലും ഉണ്ടാക്കണോ? എന്തുണ്ടാക്കണം? എന്താണ്ടാക്കുക? വൈകുന്നേരത്തേക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? തന്നെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ട് അവളത് പ്രതീക്ഷിച്ചിരിക്കില്ലേ? അത് പ്രതീക്ഷിച്ചിരിക്കില്ലേ അറിയാം. മതിട്ടാ. അച്ചുവിൻ്റെ മാല കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇവിടെ വാ. കണ്ടോ ഈ മാല കണ്ടില്ലേ? ഈ മാല നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് കാണാൻ? രസമല്ലേ? കണ്ടോ ഇത് അച്ചു ഇടുന്ന മാലയാണ്. എന്താ എങ്ങനെയുണ്ട് അച്ചുട്ടിയത്? ചൊറിയുണ്ടോ? ഇത് ഇവിടെ ഉണ്ടായിരുന്ന പാത്രമാണ് മുകളിൽ. ചൊറിയുണ്ടോക്കെ പാത്രം ഏതാ ചോക്കരുത്. അത് പറ. ഇത് മുകളിൽ ഉണ്ടായിരുന്ന പാത്രമാണ്. അപ്പം ഞാനത് എടുത്ത് വെച്ചത്. അതാണ്ട് അടപ്പ് പാത്രം. അതിപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇങ്ങനെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. പ്രസൻറ്റഡ് ലച്ചു. ഇതൊക്കെ അമ്മൂൻ്റെ പിറന്നാളിന് ഫസ്റ്റത്തെ പിറന്നാളിന് കിട്ടിയ പാത്രം. ഇത് കണ്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ദോശ ഇഡ്ഡലിയോ എന്തെങ്കിലും ആണെങ്കിൽ ഇതിലുണ്ടാക്കി വെച്ചാൽ ഇനിയിപ്പോൾ ചോറാണോ വെച്ചാലും കുഴപ്പമില്ലല്ലോ അല്ലേ. അത്യാവശ്യം വലുപ്പമുണ്ട് ഇത്. അത് മേമയുടെ പാത്രത്തിൻ്റെ ഇതുണ്ട്. അപ്പം ഇങ്ങനെ കണ്ടോ ഒക്കെ ഒന്ന് വെയിൽ കൊണ്ട് ഒന്ന് ഉണങ്ങിയിട്ടാ. ഇഷ്ടായോ? ആ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു കൊടുത്താണ് അച്ചോ ഈ ചട്ടി വേണോ എന്നുള്ളത്. ഒന്നും വായിക്കില്ല. നോമ്പ് സ്പെഷ്യൽ തുടങ്ങിയില്ലേ? നോമ്പ് സ്പെഷ്യൽ തുടങ്ങിയില്ലേനോ? പാല് പറ. പാല് 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 പാലേ. പൊങ്ങട് പോണ്ടേ? പൊങ്ങട് പോണ്ടേ? ഞാൻ എവിടേക്കില്ല. എനിക്ക് എവിടേക്കും വരാൻ. അച്ഛൻ നമുക്ക് പോവല്ലേ? അമ്മ വരും.
ഞാനല്ല കേട്ടോ, വരണം. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ആ കാപ്പിപ്പൊടിയിൽ ഞാൻ എവിടേക്കില്ല അച്ചു. ഞാൻ ഒരു എന്താ വയ്യ, എനിക്ക് അമ്മയ്ക്ക് വയ്യാണ്ടാണേ. ടെഡി ബിയർ വാങ്ങില്ല, തുണി വാങ്ങണം. ആ ടെഡി ബിയർ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? തുണി മതി, തുണി മതി. ഇന്നലെ പൂരത്തിന് പോയപ്പോ എന്തേ വാങ്ങാന്? അവന് കൊടുക്ക്. ഞാൻ 100 രൂപ തരാം. 100 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കോ. എന്താ പൂരപ്പറമ്പിൽ കണ്ടല്ലോ, ഏതെടുത്താലും 100 രൂപ. പരിയാനമ്പറ്റക്കാവിലെ പൂരല്ലേ, ഒരു വൈബാണ് അല്ലേ. നിങ്ങൾ അച്ഛനും മക്കളും പാടെ പൊക്കോളും, ഞാനില്ല. കുഞ്ഞുണ്ണി കരയാൻ തുടങ്ങി. നമുക്ക് പോവാ അല്ലേ കുഞ്ഞുണ്ണി? ഇപ്പൊ തരാ കുഞ്ഞുണ്ണി. പാൽപ്പൊടി കഴിഞ്ഞു, പാൽപ്പൊടി കഴിഞ്ഞു. പാലുള്ളപ്പോ പാൽപ്പൊടി എടുക്കരുത്. ഒന്നുമില്ലാത്ത സമയത്തല്ലേ, എല്ലാം ഉള്ള സമയത്ത് കളയും. മതി അമ്മോച്ചി, മതി. എന്തിനാ അങ്ങനെ അച്ചൂര് കളിയാക്കണേ? അമ്മൂന്റെ വക അത് മാത്രമേ ചെയ്യാളൂ. അമ്മൂല്ലേ 1 രൂപ അമ്മു എന്താ അമ്മൂന്റെ കയ്യിലുണ്ടാവില്ല കേട്ടോ, എപ്പോഴും തന്നെ. അമ്മു ആരോട് ചോദിക്കൂല, ഒന്നും വാങ്ങൂല. അച്ചു അങ്ങനെയല്ല, കടയിൽ പോയി കഴിഞ്ഞാൽ 20 രൂപ ബാക്കില്ല. അച്ഛ അതിനെടുക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അവിടെ പൈസ ചില്ലറുണ്ട്, അച്ഛ അതിനെടുക്കട്ടെ, അതിനെടുക്കട്ടെ പറഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. അച്ഛൻ എന്നിട്ട് എനിക്ക് ഒരു 500 രൂപ തന്നൂട്ടാ. പിന്നെ ഓ ശരി, രാവിലെ അമ്മ ചേച്ചി മിറ്റടിച്ച് തന്ന അമ്മയ്ക്ക്. ഇപ്പൊ തന്നെ അമ്മയ്ക്ക് വയ്യാതെ എന്താ ചെയ്യാ? എൻ്റെ മക്കൾ ഗതിയോടെന്ന് തോന്നണം. ചായ വേണ്ടേ? ഒക്കെ മരുന്ന് കഴിച്ചാൽ മാറും കേട്ടോ. 6 മാസമായി ഇപ്പൊ ഞാൻ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുന്നു. ചില സമയത്തൊക്കെ നമുക്ക് വയ്യ തോന്നും കേട്ടോ. മരുന്ന് നല്ല ഡോസും ഉണ്ടാവും. ഒരു ദിവസം നമ്മൾ മരുന്ന് കഴിച്ചില്ലെങ്കിൽ പിറ്റത്തെ ദിവസം ആകുമ്പോഴേക്കും നമുക്കില്ലേ പറ്റാതെയും. അപ്പം അത് അതിൻ്റെ പ്രശ്നം. ഇതേപോലെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ എവിടെ പോയിട്ടാണ് മാറ്റണ്ടായത്? എന്താ ചിരിക്കുന്നത്? ഓരോന്ന് കാണിക്കുക. അപ്പോൾ എന്താ നിങ്ങൾ മരുന്ന് എവിടെയെങ്കിലും പോയിട്ട് മാറ്റം PCOD കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് മാറിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാനിപ്പോൾ എത്ര മാസമായി എന്നറിയോ? നമുക്കിതൊന്നും വീഡിയോയിൽ പറയാനും പറ്റില്ലല്ലോ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ കുറേ പേര് ഓരോ തരത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടാവില്ലേ? അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് മാറ്റം കിട്ടിച്ചാൽ ഒന്ന് പറയുകൊണ്ടു. നമ്മളതുപോലെ നമ്മൾ ഭക്ഷണം ചോറല്ലാണ്ട് വേറെ എന്തെങ്കിലും കഴിക്കുക പറഞ്ഞാൽ എനിക്ക് പറ്റൂല കേട്ടോ. എനിക്ക് ചോറ് തന്നെ കഴിക്കണം. പിന്നെ ഡയറ്റ് വർക്കൗട്ടിന് പോയപ്പോൾ ഡയറ്റ് പറഞ്ഞു. ആ ഡയറ്റ് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണ് പറഞ്ഞു വെച്ചാലേ നമുക്കൊരു ദിവസം നല്ല ചിലവാണ്. ചെറിയ ചിലവൊന്നുമല്ല. ചിക്കൻ വേണം, മുട്ട വേണം, മീന് വേണം, എന്താ ചോറ്, അരി ഭക്ഷണേ കഴിക്കാൻ പാടില്ല, ഫ്രൂട്ട്സുകൾ വേണം. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് മാത്രമായിട്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കുകയാണോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാറിയവരുണ്ടെങ്കിൽ ഒന്ന് പറയുകൊണ്ടു. ഇനിയിപ്പോൾ മറ്റന്നാ നോക്ക്, ഇവിടെ നമ്മൾ പറ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നെല്ല് പോയി, ഒരു പറ നെല്ല് പോയി വാങ്ങിക്കൊണ്ടുവന്ന് മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കുക പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അമ്മേനെ വിളിച്ചു വരുത്തണം. സുകന്യേ, അമ്മേനെ വിളിക്കും. അവൻ്റെ ദേഷ്യം മാറുമ്പോൾ അമ്മക്കെടുത്ത് മാറ്റാം. അല്ല എന്താ ചെയ്യുന്നത്? കുട്ടികളുടെ ദേഷ്യത്തിന് നമ്മളും വലിയൊരു അതേപോലെ നിൽക്കുകയാണെന്ന് വെച്ചാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അവർ ദേഷ്യം മാറിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഇപ്പൊ ചായല്ലേ, 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ശരിക്കും ചായ വെച്ചാല് ചായക്ക് ചെലവുള്ളൂ. അല്ലെങ്കിൽ ചായക്ക് അത്ര വലിയ ചെലവില്ല. ഞാൻ അര ഗ്ലാസ് എടുത്തുള്ളൂ. ബായോ ചായ കുടിക്കാം. ബാ ഇവിടെ വന്നിരിക്കും, കോലയിൽ വന്നിരിക്കും. എടി നീച്ചു വാടി.
ചായ വേണ്ടേ? കണ്ണു മൊഴിയില്ലല്ലോ, ഇല്ല. കണ്ണു മൊഴിയില്ലല്ലോ, നോ. കണ്ണു മൊഴിയില്ല. നോ. നീച്ച് വാ. വിയ്യെന്ന് കുന്ത അയ്യോ അയ്യോ ചൂട് 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 ചൂടേ. ഇതാ അമ്മ നീച്ച് വെട്ടെ, അമ്മ നീച്ച് വെട്ടെ. ഇതാ ഇവിടെ വെക്കട്ടെ. തെരേ. ഹാപ്പി ബർത്ത്ഡേ പാടാനല്ലേ? എന്തോ എന്തോ ഹാപ്പി ബർത്ത്ഡേ പാടി കളിക്കാനല്ലേ? ഹാപ്പി ബർത്ത്ഡേ പാടി കളിക്കാനത്രേ. ഞാൻ എന്താ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് വാങ്ങിട്ട് വരാൻ പറഞ്ഞിട്ടോ. ഇവിടെ ഉള്ളിവട എടുത്താൽ മതി, മറ്റേതാ ഇരുന്നോട്ടെ. ഉള്ളിവട, ഉള്ളിവട, പരിപ്പ് വട ഇല്ല. ഞങ്ങൾക്ക് വേണ്ട. ഞാൻ തരാട്ടെ. വലുത് നോക്കി എടുക്കാനൊക്കെ കേട്ടോ. എന്താണത്? രണ്ടെണ്ണം അവർക്ക് എടുത്ത് വെക്ക്. ഉള്ളിവട തൊടരുത് കേട്ടപ്പോ. അതെടുക്കുമ്പോ ഉള്ളിവട തൊടരുത്. ഉള്ളിവട ടേസ്റ്റ് ഇല്ലെങ്കിൽ ഉള്ളിവട തൊടരുത്. അതെടുക്കുക. അവിടെ വെച്ച ചായ എടുത്തു കുടിക്കാനും വയ്യേ. ഇനിയിപ്പൊ ഞാൻ ചൂടിനൊക്കെ ആ ഫാൻ ഇടും വേണ്ട, അത്ര ചൂടാറും വേണത്ര. അതെ ഇങ്ങനെയാണ് തിന്ന. ഇതെന്താ പഴമാണോ? ഇങ്ങനെയാണോ തിന്ന? പഴംപൊരി ഇങ്ങനെ തിന്ന ഏട്ടാ. അമ്മൂന്റെ പഴംപൊരി വരിക. അമ്മ പഴംപൊരി വരുമ്പോ എന്റെ മോദിക്ക് നോക്കലാണ്. പെണ്ണ് ഏട്ടൻ ചാടിച്ചോ? കുഞ്ഞുണ്ണിയേ ബാ. ബായോ എന്റെ കുട്ടിക്ക് തരാം കേട്ടോ. സ്വത്തുട്ടോടേക്ക് പോകണ്ടോ? ഈ സ്വത്തുട്ടോടേക്ക് പോകണ്ടോ? ഈ ദേഷ്യമൊക്കെ നമുക്ക് എന്തോ. ബാ ബായോ, കുട്ടിക്ക് ഉള്ളി വട എന്നാ. ബാ നമ്മുടെ കുട്ടിയെ. ഇന്നോടല്ലേ ഈ വാശി കാണിക്കാൻ പറ്റുള്ളൂ നമുക്ക്, അല്ലേ? നിങ്ങൾക്ക് വേറെ ആരോടെങ്കിലും വാശി കാണിക്കാൻ പറ്റുമോ? നമ്മുടെ പൊന്നല്ല, അമ്മയ്ക്ക് വയ്യാട്ടോ. ഇന്ന് സ്വത്തുട്ടൻ്റെ വീട്ടിൽ പോട്ടെ. വേണ്ടതേ. എന്താ ടേസ്റ്റ് അല്ലേ? എൻ്റെ അപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് പൊന്നാ. ബാ എന്താ എൻ്റെ കുട്ടി. ബാ നമ്മൾ കുട്ടിച്ചു വന്നാ. ബായോ കാക്ക ചെക്കനാണ്. ഇപ്പം ഞങ്ങൾ കളിക്കാൻ പോട്ടോ. ഞങ്ങൾ കളിക്കാൻ പോയി കഴിഞ്ഞിട്ട് വരുമ്പോൾ അച്ചു ചേച്ചിയുടെ പിറന്നാളായിട്ട് കേക്ക് മുറിക്കണ്ടേ? നമുക്ക് കേക്ക് മുറിക്കണ്ട, കേക്ക് മുറിക്കണ്ട. അമ്മ കേക്ക് മുറിക്കണ്ടമ്മ. കേക്ക് മുറിക്കില്ല കേട്ടോ. ഇത് ഇത് ഉണ്ടോ? കിടക്കെടു പേരോട്ടിട്ട് എന്നാ പോ ചാത്തപ്പാ. കണ്ടോ? അപ്പൂന് ചായ കൊടുക്കില്ല. എന്നാ ക്ലാസ്സിലെടുത്തു വാ. ഞാനാ പറഞ്ഞ കണ്ടോ? ഉള്ളിവട തിന്നില്ല. അതിന് ഉള്ളിവട തിന്നില്ല. അതാ കിടക്കണം നേരത്തിട്ട് കൊടുത്തത്. ആ വെറുതെ അത് കളയ്യാന്നല്ലാതെ തിന്നില്ല. എണ്ണക്കടികൾ കഴിക്കില്ല. കണ്ടോ? കണ്ടോ? വലിയ ചെക്കനായി പൊന്തിച്ച് വെച്ചു കൊടുക്കും.
നോക്കൂടെ 3 വർഷമായോ അത് തട്ടിക്കളെ. ചൂടില്ലേ ചീ അയ്യോ വന്നിട്ട് അപ്പൂനോടെ ഹൈഫൈ പറയുമ്പോഴേ കുഞ്ഞ് ഞാൻ ചെയ്യാന്ന് ഞാൻ ചെയ്യാന്ന് ചായ ഭയങ്കര ഇഷ്ടാട്ടോ. പക്ഷെ ചായ കൊടുക്കണം നന്നല്ല പറഞ്ഞിട്ട് ഇത് അവനുള്ള ചായയിലില്ലേ കുറച്ച് മധുരം കമ്മിയാക്കിയിട്ട് കൊടുക്കും. പാല് ഒഴിച്ച് ചോറ് കൊടുക്കും കേട്ടോ. പക്ഷെ എപ്പോഴും എന്താ നമ്മൾ കുടിക്കുമ്പോൾ ഇവര് മക്കളാണോ എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട അവന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ കുറച്ച് കൊടുക്കും. ഇവർക്കും നമ്മുടെ പോലെ ഷുഗറൊക്കെ വരുത്രയും. ചായ കുടിക്കപ്പോ ചായ കുടിക്കും. അപ്പോൾ ഇനി അച്ചു വെച്ചടിക്കും, അമ്മോ തുണി തിരുമ്പിയത് തോരയിടും, മടക്കി വെക്കാണ്ട്. അതാണ്ടോ ചായ കൊണ്ടുവന്ന് എല്ലാവരും ഇനി ഇതാണ്ടോ അവനും തുള്ളി കുടിച്ചിട്ട് എന്ത് ഇവനെ കെട്ടി പുറത്ത് കെട്ടി കഴിഞ്ഞാൽ ഇവ രാജാവ് ഇവന് നല്ല സുഖാട്ടോ. എന്ത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് കൊടുക്കും. കറണ്ട് പോയോ? ആ കറണ്ട് പോയി. ഈ ചായ കുടിച്ചില്ലേ സൂനി? ഇനി മിറ്റടിച്ചാൽ മതി, ഉള്ളൊന്നും അടിക്കണ്ടോ. അല്ല മിറ്റടിച്ച് കിട്ടോ നമുക്ക് വൈകുന്നേരത്തെ ബിരിയാണി ഉണ്ടാക്കാം. അതിനുള്ള സാധനങ്ങളൊക്കെ നേരേക്ക് വെക്കാല്ലേ. പുതിയ വീട്ടിൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? എന്നാൽ ചെമ്പ് നിൽക്കാൻ നോക്കാം അല്ലേ. നാളെ കുറച്ച് കൂടുതലുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ കുട്ടികൾക്ക് ഫ്രിഡ്ജിലൊന്നും വയ്ക്കൊന്നും വേണ്ട. രാത്രി ഉണ്ടാക്കുമ്പോൾ നാളെ രാവിലേക്ക് കഴിക്കാനുള്ളതും കൂടി ഉണ്ടാക്കിയ സൗകര്യമായല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ മന്തി അപ്പോൾ നമ്മൾ എന്താണ് പിറന്നാൾ വിശേഷങ്ങൾ കാണാം അല്ലേ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഉണങ്ങിയിട്ടോ. ഇനി ഇതൊക്കെ എടുത്തിട്ട് ആ റാക്കുകളിൽ കൂടെ ഇങ്ങനെ എടുത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ പരന്നത് കൂടെ കിടക്കും. അപ്പോൾ നാളെ കാണാം കേട്ടോ.